ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളിയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ദോശയ്ക്കും ചപ്പാത്തിക്കും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചട്നി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 8-10 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഉണക്കമുളക്, ഇതും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറിയുള്ളി വാടിയതിന് ശേഷം തക്കാളി ഒക്കെ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഇവിടെ എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടി ഉടഞ്ഞ് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കാം. നല്ല രീതിയിൽ ഇത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. ഇനി ഈ തേങ്ങക്ക് ഇതിൽ കിടന്ന് ചൂടായിട്ട് ചെറിയ രീതിയിലൊന്ന് വറവായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതൊക്കെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ തേങ്ങ അത്യാവശ്യത്തിനൊക്കെ വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം എരിവുള്ള ഉണക്കമുളകാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഈ സമയത്ത് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരച്ചെടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നതിന് പകരം നമ്മൾ തക്കാളിയൊക്കെ വാട്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായി വന്നാൽ 1 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. നമുക്ക് ചട്നിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ കടുകൊന്ന് താളിച്ചെടുക്കാം. ഞാനിവിടെ വറ്റൽമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദോശൻ്റെ കൂടെയും അപ്പത്തിനും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.